എൻ്റെ പേര് റോക്കി. നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിന്ന് വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ ഒരു ഡയമണ്ട് ടൂൾ നെതറിൽ മിസ്സായി, അതെടുക്കാനും കൂടി പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ഡ്യൂട്ടി ഉണ്ട് സത്യം പറഞ്ഞാൽ. ടൈം ഉണ്ടാകുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അത് കാണിച്ചു തന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈമർ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇതെൻ്റെ വീഡിയോന് ടൈം വെച്ച ടൈമറാണ്. നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ സൈഡിലേക്ക് താഴെ എവിടെയെങ്കിലും വയ്ക്കാം. ഇതിലെവിടെ സാധനങ്ങൾ എന്താ സോഡ് താഴെ ഉണ്ടാവുന്നു. ഇവിടെ എവിടെയില്ലല്ലോ. ഇവിടെ അങ്ങോട്ടെ ഇല്ല. ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. ഇല്ല, ക്രീപ്പർ ആദ്യം തന്നെ ഉള്ള ലൈഫ് പോയി. ഒരു ബ്ലോക്ക് മൂട്ടി. ഇനി ആ ബ്ലോക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നു. ഇതെന്താ ചാടാൻ പറ്റത്തോ? ലൈഫ് പോയി. ഇനി നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തത് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കയറാം. കൈപ്പറവിട്ടൻ. ഇതെങ്ങനെ വുഡ് കിട്ടിയാണോ? ഞാൻ ചിലപ്പോൾ മേലെ നിന്ന് എപ്പോഴെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചു തരാവാ. അത് കാണിച്ചു തരാൻ പോകണേ കളിക്കാൻ. നമുക്ക് കുറച്ച് മരം കൂടി വെട്ടിയിട്ട് പോവാം ഗൈസ്. ഓക്കെ, ഈ സാധനം കുറച്ച് വെട്ടിയെടുക്കാം. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫർണസിലിടാൻ പിന്നെ വുഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം മതി കുറേ. ഇത് കുറേ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവും. ഇത് നമ്മൾ കുറേ വേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ടാണ്. ഫർണസിൽ ഫ്യൂവലായിട്ട് ഇനി അത് ഇടണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്താണോ സർപ്രൈസ് എന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ്. ചിലപ്പോൾ ഞാൻ ആ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതിലോ കാണിച്ചതുപോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ക്ലിയർ അല്ല. ഇത് 5ാമത്തെ എപ്പിസോഡ് ആയിരുന്നു. ഞാൻ താഴ്ന്നു പോവാ. ഞാൻ അയ്യോ, സോഡിൻ്റെ ഉപകാരപ്പെടാന്ന്. ആദ്യം ഇവനെന്താട്ടെ അവനെ തട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ആ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഒന്ന് പൊന്തിയപ്പോൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും സസ്പെൻസ് കോണി അങ്ങടാങ് എന്താന്നല്ലേ മേൽക്കുക. ഇവിടെ നമ്മളൊരു ബേസ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്ത്, ബേസല്ല ബേസ് പോലെയൊക്കെ ഇരിക്കും. ഇതൊന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിലൊക്കെ ഞാൻ കുറേ നെതർബർക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇപ്പോൾ ഇതിൽ പുതിയൊരു ഫ്യൂച്ചർ വന്നിട്ടുണ്ട് നമുക്ക്. അയ്യോ നിക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മുടെ ഓക്കെ
ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് നിൽക്കല്ല, അത് ഇരിക്കുകയാണ്. ഇരുന്നുകൊണ്ട് കോണി ഇറങ്ങുമ്പോൾ അത് ഇരുന്നുകൊണ്ട് കോണി ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്താണ് സംഭവം, നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അതുതന്നെയാണ് സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഫീച്ചർ. പിന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും സെറ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ പണ്ടേ കുറേ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ ഇല ഇപ്പം എന്താ വെട്ടിയിട്ട് കിട്ടാത്തത് ഉണ്ടോ? നമ്മളൊരു കാര്യം വിചാരിച്ചതൊന്നും അത് നടക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൈൻ ക്രാഫ്റ്റിന്. നമ്മളിപ്പോൾ ഒരു സാധനം ആവശ്യമുള്ളപ്പോൾ തപ്പി വന്നാൽ നമുക്ക് എങ്ങനെ പോയാലും കിട്ടില്ല. അപ്പോൾ എത്ര ഒരു മരം വെട്ടിയിട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ല. ഒന്നല്ല, നേരത്തെ ഒരു മരവും. പിന്നെ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു കളിയിൽ എപ്പിസോഡിൽ ടീമിട്ട് കളിച്ചു. അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം ചില സമയത്ത് ഞാൻ നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം വീണു അതിൻ്റെ ലാസ്റ്റത്തെ ഒരെണ്ണം ഒരു മരം വെട്ടിയിട്ട് കിട്ടിയത്. കുറവാണെങ്കിലും ഇരിക്കട്ടെ. ആക്സ് ഡ്രോപ്പായി. മരം വെട്ടി ഇവിടുത്തെ തണലൊക്കെ പോയില്ലേ വിചാരിക്കും നിങ്ങൾ. നമുക്കത് തന്നെ വേണ്ടത്. പക്ഷേ ഈ ബ്ലോക്ക് ഒരുപാട് വേണം, പച്ച. പറഞ്ഞ മാതിരി അതൊന്ന് സെറ്റ് ചെയ്യണം. ഞാനൊരു വേറെ പ്ലാന്റ് ഉണ്ട് ഗൈസ്. നോക്ക്, അതിനെന്ത് ചെയ്യണം അറിയോ? ആദ്യം ബേസ് പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് വരണം. അത് നമുക്ക് അപ്ഡേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഇലല്ലേ, ഈ ഇല നമ്മൾ എടുക്കണം. അപ്പം നമ്മൾ കൈ കൊണ്ട് ഇല ഇങ്ങനെ വെട്ടാൻ നോക്കിയാൽ അത് കിട്ടൂല. കിട്ടി, അല്ലാതെ സീഡായിട്ടാണ് കിട്ടുക. നമുക്ക് ആ ഇല അതേപോലത്തെ ബ്ലോക്കായിട്ട് തന്നെ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഷിയർ എടുക്കണം. ഷിയർ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്തിരി പണിതാലാണ് അത് നടക്കൂ. ഇനി അവിടുത്തെ ആ ഓക്കൊക്കെ വെട്ടിയിട്ട് വുഡ് തന്നെ വെക്കണം അവിടെ, എന്നാലും മരത്തിൻ്റെ ഒരു ഫീല് വരൂ. എന്നിട്ട് ആ ഏണി മാറ്റിയിട്ട് മറ്റേ സംഭവം വയ്ക്കണം. ഇംഗ്ലീഷ് കുറച്ചായിട്ടുണ്ട്. അപ്പം എന്തെടുക്കാനാണ് ഞാൻ വന്നത്? എനിക്ക് തന്നെ അറിയില്ല. ഷിയർ ഷിയേഴ്സ് എടുത്തു. വെള്ളത്തേക്ക് ചാടാണ് നമുക്ക് ഇവിടുന്ന് എളുപ്പം. അക്കടി 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 അക്കടി. നമ്മൾ അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയതിൻ്റെ കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നൈസായിട്ടുണ്ടല്ലേ ഈ ഡിസൈന്. ഇതോട് കട്ടിയെടുക്കാം. 13 ഒരു മിനിറ്റ്, വീഡിയോ റെക്കോർഡ് ആവണില്ലേ? ഉണ്ട്. എനിക്കൊരു സംശയമായി. ഇതും കുറച്ചെടുക്കാം. നല്ല പച്ച കളർ എടുക്കുക കുറച്ച്. ഇവിടെയൊക്കെ മരം വളർന്നു തോന്നുന്നത്. കാരണം എന്താ, നമ്മൾ മരം വിട്ടില്ലല്ലോ, മരം കുറച്ചല്ലേ വിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാണ് സംഭവം എന്താണ്. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾക്ക് മിനി ക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയി കിട്ടും. ഇത് മൈൻ ക്രാഫ്റ്റ് അല്ല, മിനി ക്രാഫ്റ്റാണ്. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതിന് മുമ്പ്, എന്നാലും ഒന്നും കൂടി അറിയാൻ വേണ്ടി പറഞ്ഞിരുന്നു. ദിസ് ഈസ് മിനി ക്രാഫ്റ്റ്. ഇവിടെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ബെഡ് കിടക്കാരായി. ആഡ് സീനില്ല, ജമ്പ് കട്ട വയ്ക്കുക. ഇനി ഇവിടെ നിന്നിട്ടാണ് കളി.
ഇരിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ബ്രിഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ പില്ലർ ചെയ്തൊക്കെ പോണ ടൈപ്പിലാണ് ഇത് വരിക. അതുപോലെയൊക്കെ വരും ഏകദേശം. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട വിചാരിക്കും പറക്കുകയാണെന്ന്, പക്ഷെ പറക്കല്ല ഗൈസ്. ഇതുണ്ടോ? ഇത് ടാസ്ക് ആവുമല്ലോ. ബ്ലോക്ക് തീർന്നു. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക് ഇപ്പോൾ പോണ്ടേ, രണ്ടും തോന്നുന്നുണ്ട്. ഏത് ചെയ്യണമെന്നറിയില്ല. ഇപ്പം ബേസിക്ക് പോവാച്ചാൽ കുറച്ച് അടിയൊക്കെ കൊള്ളണം. പക്ഷെ രാവിലെ ആക്കിയിട്ട് അങ്ങോട്ട് വരാം. വെള്ളത്തിൻ്റെ അടി കൂടെ ഒറ്റ ചാട്ടം ചാടിയാൽ മതി. പക്ഷെ വെള്ളത്തിൽ സ്പീഡ് കിട്ടൂല. എന്നാലും അങ്ങോട്ട് ചാടിയേക്കല്ലേ. പോണ വഴിക്ക് ഇത് തന്നെ എടുത്തിട്ട് വല്ല സ്കെൽട്ടണും ക്രീപ്പറൊന്നും വരാണ്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയണ പോലെ തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ പശു സ്പോണാവുന്നത് കുറയാൻ തുടങ്ങിയ എണ്ണം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ നേരത്തെ നമ്മുടെ ഒന്ന് പൊട്ടിയതാ. അതിന് എന്ത് ചെയ്യുമെന്നറിയില്ല. അതെന്തുകൊണ്ട് ആ ബ്ലോക്ക് കിട്ടുമെന്നും അറിയില്ല. ഇനി പോയി തപ്പിക്കണ്ടുപിടിക്കാം. നമ്മുടെ പ്രഷർ പ്ലേറ്റ് വെച്ച് നോക്കി വെറുതെ ഇങ്ങനെ കയറിയ ബെഡ് കിടക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എന്തായാലും രാവിലെ ആവട്ടെ. രാവിലെ നീട്ടു. നമുക്ക് രാവിലെ തന്നെ പോയി പണി തുടങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെതറിൽ നമ്മുടെ ഡയമണ്ട് ടൂൾ ഒരെണ്ണം പോയി. പക്ഷെ അതിന് പകരം ഞാൻ വേറെ എണ്ണം ഇവിടുന്ന് ഉണ്ടാക്കിയിടും. പിന്നെ നമ്മൾ ഏതോ എപ്പിസോഡ് ഏത് കൃത്യം പേരോർമ്മയില്ല അതിൻ്റെ. അവിടെ കൂനിൻ്റെ അടുത്തുള്ളൊരു മെജീഷ്യനെ ഞാൻ തുരത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ കളി അവനെ ഞാൻ കളി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പൈഡർ പോയ വഴി എങ്ങനെയാ കയറിക്കോ. ടണ്ടടാ പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. എന്നാണ് ഞാൻ പറിച്ചാണ്. കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അതുള്ളൂ. പിന്നെ ഈ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീഴാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ നമുക്ക് ഈ ബേസ് പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്താണ് എനിക്കിഷ്ടം, നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഇഷ്ടച്ചാൽ അത് നിങ്ങൾ പറയണം. നെതർ പോർട്ടലിന് തുണി വരുമ്പോഴമായിട്ടൊരു ശബ്ദം വരുന്നുണ്ട്. അതാണ് എനിക്ക് തീരെ പിടിക്കാത്തത്. ഒറ്റപ്പെട ക്രീപ്പർ സോംബി എല്ലാവരും ഉണ്ടല്ലോ. സ്കെൽട്ടൺ എവിടെ മക്കളെ? സ്കെൽട്ടൺ വന്നില്ലേ? ഞാൻ അന്വേഷിച്ച് പറയാട്ടോ. ഹലോ മിസ്റ്റർ സോംബി. നമ്മളോടാവും കളിക്കാൻ വരുന്നത്. നമ്മൾ ഇന്നലെ വെട്ടിയത് വളർന്നോണാവോ? പോയി ചെക്ക് ചെയ്തിട്ട് വരാം. അയച്ചാട് നമ്മൾ ഇവിടെ ആയിട്ടല്ലേ വെട്ടി? വളർന്നിട്ടുണ്ട് തോന്നുന്നു ചെറുതായിട്ടൊക്കെ.
ഇവിടെ ഏതോ ഒരു ഇങ്ങനത്തെ മുക്കത്തെ പീസ് കിട്ടി തന്നു. വളർന്നു കഴിച്ചു ഏകദേശം. ഇല്ല, ഇത് വളർന്നില്ല. ഷിയർ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കണ്ടുപിടിച്ചിട്ട്. ഷിയറും കൊണ്ട് ഇതിന് മാത്രമല്ല എല്ലാത്തിനും എടുക്കാൻ ഇല്ല, വൂളിന് മാത്രമല്ല എല്ലാം എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇനി അഥവാ ഈ സാധനം വളർന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഷിയർ ഉണ്ടാക്കിയിട്ടില്ലേ, വേറെ ഏതെങ്കിലും ഐലൻഡിൽ പോയി കുറച്ച് അടിച്ചു മാറ്റിയിട്ട് വരാം. നിങ്ങൾ സംഭവം മനസ്സിലായോ എനിക്കറിയില്ല, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ. യെസ്, മൊഴിയത്ത് സ്റ്റീവ് നിൽക്കുന്നത്. പിന്നെ ചിലരുടെ അടുത്ത് ചോദിച്ചു ഡയമണ്ട് ആർമർ ഉണ്ടായിട്ട് എന്താ ഇടാത്തത്. ഇടാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയമണ്ട് ആർമർ അവിടെ ഇരിക്കണതാണ് ഇഷ്ടം, അതാണ് സത്യം. ഡയമണ്ടൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കുറേ ബെഡ് റോക്ക് ലെവലിൻ്റെ അടുത്തെത്തിയിരുന്നു. ബെഡ് റോക്ക് ലെവൽ എത്തിയില്ല, അതിൻ്റെ അടുത്തെത്തി. ആ ലെവൽ വരെ പോയിട്ടാണ് എനിക്ക് ഡയമണ്ട് കിട്ടിയത്. ഇനി അങ്ങോട്ട് ഒറ്റച്ചാട്ടം ഈ സൈഡ് ഈ മരത്തിൽ നിന്നിട്ട് അതാവും ഇത്തിലും കൂടി ഭംഗി. ബ്ലോക്ക് തീർന്നു. ഈ മരം ഇവിടെ ആവശ്യമുണ്ടോ? നമുക്ക് ഈ മരത്തിൻ്റെ മേൽ കൂടെ ആരും അറിയാത്ത രീതിയിൽ ഇതുപോലൊരു പാത്ത് സെറ്റ് ചെയ്യുക. അത് മനസ്സിലായോ? നമ്മൾ മരത്തിൻ്റെ മേൽ കൂടെ നടക്കണം. അല്ല, 2 ബേസിനും കണക്ട് ചെയ്തിട്ട് സെറ്റായിരിക്കും അത്. പക്ഷെ ഒറ്റ തണ്ടർ സ്റ്റോം വന്നാൽ മതി, എല്ലാം ഇപ്പോൾ കാലിയൊക്കെ തരും. സോംബി അവിടെ കിടന്ന് മുകളിലുണ്ട്. അവിടെ ഒരു മഷ്റൂം ഉണ്ട് അല്ലേ. ഇതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്താണ്, അത് ഒറ്റയ്ക്ക്. എൻ്റെ ഒപ്പമുള്ളവന്മാരൊന്നും വന്നില്ല. നമുക്ക് അവിടുത്തെ ഇതൊക്കെ വെട്ടിയെടുത്തിട്ട് കുറേയൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവിടുന്ന് ഈ ലെവലിലേക്ക് ഒന്ന് ഓരോ മരത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴെ മരം സെറ്റ് ചെയ്യണം. അതാണ് പാട്. മരം സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വലിയ മരം വെട്ടിയിട്ട് അതിലത്തേക്ക് എടുത്ത് കുറേ പണിയണം. അപ്പം നമുക്കിനി എന്താ ചെയ്യാനുള്ള വർക്ക്? അയ്യോ, 2 കട്ട പൊട്ടിച്ചോ ഞാൻ. അയ്യോ, മറ്റേ മഷ്റൂം ബ്ലോക്ക് ഞാൻ പൊട്ടിച്ച്. ഈ സാധനം ഇനി എന്തയ്യോ, അയ്യോ അതവിടെ നടും ചെയ്തു ഞാൻ. ഭഗവാനെ, ഇവിടെ നടാൻ പറ്റുമോ? ഇല്ല അല്ലേ. ചേട്ടാ, എനിക്ക് ഇങ്ങനത്തെ വല്ല മണ്ടത്തരങ്ങൾ എപ്പോഴും പറ്റും. സ്ഥിരം പണിയായിരുന്നു ഇപ്പോൾ അത്, മണ്ടത്തരങ്ങൾ കാട്ടുകൊണ്ടിരിക്കൽ. പിന്നെ നമ്മൾ ഷോർട്സ് കുറച്ച് ദിവസം ചെയ്തിട്ടില്ല തോന്നുന്നു. ഇന്നലെ മിഞ്ഞാന്നത്തെ അത് ഇട്ടു തോന്നുന്നു. ഇട്ടോ? അത് ഇട്ടില്ലേ? ഈ മരം ലൈഫ് പോയി. ഈ മരം അവിടെ ചോദിക്കാലോ. ഈ മരത്തിൻ്റെ ഒറ്റ കൊമ്പ് പോരെ, അല്ല ഒറ്റ ഇതുപോലെ. എതികൾ വെട്ടണോ? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് പരസ്യം വരും ഗൈസ്. ഇപ്പം ശീലമായി. ഇത് കൂടെയൊക്കെ കണക്ഷൻ കൊടുത്താൽ നമ്മുടെ ബേസിക് എളുപ്പമാണ്. ഓ സോംബി ഉണ്ടല്ലോ മഴയത്ത്. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് അങ്ങോട്ട് കിട്ടിയല്ലോ. ഇവിടെ മീൻസ് ഈ കുഴിയിൽ ടൂൾസായിട്ട് ഞാൻ പാരാണം. എന്തേ പാരാട്ടോ. നമുക്കതിന് ഞാൻ എല്ലാ ബിൽഡിലും മിക്കവാറും ഒറ്റയ്ക്കാണ് വരൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എനിക്ക് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. ശബ്ദം ഇപ്പോഴാണ് തിരിച്ചു വന്ന്. സ്പൈഡർ വാ, ശരി തരാം. ഇങ്ങോട്ട് വാ. ഓ ഗൈസ്,
അതിൻ്റെ XP മാത്രമേ കിട്ടിയത്. അതല്ല, നമുക്ക് പോയി എന്താ ഉണ്ടാക്കണ്ടേ അത് മറന്നു. കട്ട, ഡർട്ട് കട്ട വേണം. ഡർട്ട് ഗ്രാസ് ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യാനുണ്ട്. ഡർട്ടിലെങ്ങനെ ഗ്രാസ് ഫിറ്റ് ചെയ്യണോ? അതൊരു വലിയ ടാസ്ക് ആയിരിക്കും മിക്കവാറും. എനിക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഓക്കെ, ഇതിലാവില്ലല്ലോ അത്. ഓക്കെ, കുറച്ച് ഡർട്ട് എന്തായാലും എടുത്തിട്ട് പോകും. ബാക്കി ഡർട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് പണിയാണ് കൊടുത്തുനിന്ന് കിട്ടും. പിന്നെ അണ്ടർഗ്രൗണ്ട് വേഗം പണി തീർക്കണം. നമ്മൾ ബാക്കിയുള്ളത് മാതിരി ഓഫ് ക്യാമറയിൽ ഞാൻ പെട്ടെന്ന് തീർക്കും. കാരണം ഓഫ് ക്യാമറയിൽ ആരെങ്കിലും കളിക്കാനുണ്ടാവും ചില സമയത്ത്. എപ്പോഴും ഉണ്ടാവുന്നല്ല, എപ്പോഴെങ്കിലും ഉണ്ടാവും. അങ്ങനെ. അയ്യോ, ഇതെവിടെ സ്ഥലം? അതുകൊണ്ടാണ് ഞാൻ ഓഫ് ക്യാമറയിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് വർക്ക് തീർക്കണേ. പിന്നെ അത് കഴിഞ്ഞ എപ്പിസോഡിൽ അത് കാണിച്ചോന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ് ഗൈസ്. കാണിച്ചില്ലേന്നു. അത് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നു. പക്ഷെ അതിൽ ഞാൻ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാൻ അപ്പൂൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയതല്ലേ, അതെനിക്ക് സൗണ്ട് ഇല്ലാത്ത ദിവസം, തൊണ്ടവേദനയായ ദിവസം, അന്ന് ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഷിയർ എടുത്തിട്ട് ഇതവിടെ വയ്ക്കാം. അവിടെ കടന്നുറങ്ങാൻ രാത്രി ആയതുമില്ല. നമുക്ക് പോയി പണിതിട്ട് വരാം ഗൈസ്. അപ്പം നമുക്കിനി അത്യാവശ്യത്തിനുള്ള ടൂൾസൊക്കെ കയ്യിലുണ്ട്. ആരെ വരണമെന്ന് വെച്ചാൽ വരട്ടെ, നമ്മുടെ സ്ഥലം തന്നെയല്ലേ. ഡീസ്പോൺ വേണ്ടിയിരുന്ന മതി സാധനങ്ങൾ. അവന് തട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ അവൻ നമുക്ക് ഭാരവും. അടി ഒന്നുകൂടി ഒറ്റടി തീർന്നു. XP കയറിയില്ല കിട്ടും. സീനില്ല. നമ്മുടെ അണ്ടർഗ്രൗണ്ടിൻ്റെ സ്ഥലം എത്തിയില്ലത്, എത്തണുള്ളത് തോന്നുന്നു. പിന്നെ ഇവിടെ ഇലയും കൂടെ തിങ്ങിന്ന് അറിഞ്ഞ് നിൽക്കുകയുണ്ട്, കുഴപ്പമില്ല. ഇവിടെ പിക്കാക്സാണ് ഒന്ന് കൊണ്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. വുഡൻ മതി. ഒരു വുഡൻ. ഇരുട്ടുമായി. സീനില്ല. ഇന്ന് രാത്രി നമ്മൾ പണിതിട്ടേ പോകുന്നുള്ളൂ. അതിൽ വേറെ കളിയില്ല. അല്ല, ഈ ഡർട്ട് കയ്യിലിരിക്കട്ടെ. ഇൻവെൻട്രിയും കറക്റ്റാക്കി. ഇരുട്ടായ ക്രീപ്പർ അതേപോലെ തിരിച്ച് കയറിയൊക്കെ. ഇത് മൂഞ്ചി രാത്രിയായ പോലെ. ഇന്നെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നിർത്തണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തന്നെ നിർത്തൂ. ടൈമൊക്കെ ഏകദേശമായി. അതെപ്പോഴും നമ്മളാക്കണമാതിരി ലാഗാക്കും ചെയ്യും ഞാൻ. എനിക്ക് അതൊരു വിഷയമല്ല. റീസ്പോണോ? ഇപ്പോഴത്തെ ഗ്ലാസ്സൊക്കെ പൊട്ടിയോ? കണ്ണൻ ഹിറ്റ് ഗ്രൗണ്ട് ടു. എന്താ കണ്ണനല്ലല്ലോ ഇത്. എൻ്റെ ഇത് നോക്കിയില്ലേ? അപ്പം എൻ്റെ ഒപ്പം വേറെ ആരെങ്കിലും കളിക്കണ്ടോ? കണ്ണൻ കളിക്കണ്ടോ? അവനെ കണ്ടില്ല തണ്ണാനായിട്ട്. എനിക്ക് നേരെ ബേസിക്കിയുടെ അപ്പുറത്തേക്ക്, നേരെ അപ്പുറത്തെ ബേസിക്ക്. മോനി അറിയേ? നേരെ വിട്ടു. ക്രീപ്പറെ രാത്രി പൊട്ടിത്തെറിച്ചു. ഞാൻ അങ്ങോട്ട് പോരാൻ നിൽക്കായിരുന്നു. എന്നിട്ട് അവിടെ പോയി നിന്നു. ഈ ഗ്രാസ്
ദാവെന്ന് സോംബി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വന്നിക്ക്. സ്കെൽട്ടൺ അല്ലേ അത്? എടാ സ്കെൽട്ടൺ അല്ലേ? എടാ എൻ്റെ ടൂൾസോ? ഇപ്പം ശരിയായി. ഇൻവെൻട്രി ഇത് ഇതെന്താ? സാൻഡ് ബ്ലോക്ക് എന്താ കിട്ടി? നമുക്ക് ഈ പച്ച ബ്ലോക്ക് ഏറ്റവും മേലത്തെ പൊട്ടിക്കണ്ട, അതിൻ്റെ താഴത്തേക്കുള്ള പൊട്ടിച്ചാൽ മതി. യെസ്, ഈ അളവിൽ ഇനി ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുക്കണം. പക്ഷെ അപ്പോൾ ഈ ഗ്രാസുള്ള ബ്ലോക്ക് പോവും ഗൈസ്. അത് ചെയ്യുന്നില്ല, ഗ്രാസൊക്കെ പിന്നെ വളർന്നോളും. നമുക്ക് ബോൺ മീൽ ചെയ്തെടുക്കാം. ബോൺ മീൽ പറഞ്ഞ മാതിരി സ്കെൽട്ടനെ കണ്ടില്ല നമ്മൾ? സ്കെൽട്ടൺ ഈസ് ഈക്വൽ ടു ബോൺ മീൽ. നമുക്ക് ഇനി ഇവിടെ അടയ്ക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യും. അപ്പം അത് പെട്ടെന്ന് പുല്ല് പിടിച്ച് വരുമല്ലോ. Pickaxe and ഇനി ഇവിടെയൊക്കെ പൊട്ടിച്ച് ലെവലാക്കി എടുക്കണം. വെറുതെ നേരത്തെ പോയി ഡർട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇന്ന് എന്തായാലും ഞാൻ ഇതിൻ്റെ പണി ഒരു കുറച്ചെങ്കിലും തീർത്തിട്ടേ ഇന്നത്തെ വീഡിയോ നിർത്തും. കാരണം എന്നും നമ്മൾ ഓരോ കാരണങ്ങളായിട്ട് എപ്പിസോഡ് കഴുകുന്നുണ്ട്, അതെനിക്കറിയാം. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ അതാ സംഭവിക്കുന്നത്. പുല്ല് വളരാൻ തുടങ്ങി. അയ്യോ, അത് പൊട്ടിച്ചോ? എടാ, അതൊരു വൺ നഷ്ടമായി ഗൈസ്. ഇതിനൊരു കറക്റ്റ് സ്ക്വയർ ആക്കണം. ഇല്ല, കറക്റ്റ് സ്ക്വയർ. നമ്മുടെ ടൈം ഏകദേശം തീർന്നു. ബട്ട് ഇന്ന് ഞാൻ എന്ത് തീർത്തിട്ടേ പോവും. ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ബോറാവും, അതൊക്കെ അറിയാൻ നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതായത് ഇതിൽ നമ്മൾ സാധാരണ ചെയ്യണ മാതിരി എൻചാൻറ്റിങ് സെറ്റപ്പും ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സെറ്റപ്പ് അത്ര. അയ്യോ, അവിടെ ഡർട്ട് വെച്ച് കവർ ചെയ്യണം. ആ 1.5 സ്റ്റാക്ക് കിട്ടിയ സാധനം. ഇനി ഇവിടെ ഗ്രാസ് വളർന്നു വരും. അപ്പോഴേക്കും നമുക്കിവിടെ അടയ്ക്കാം. ഇവിടെ തുറക്കാൻ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കണം. ബാക്കിയൊക്കെ റെഡി. വാതിൽ എന്ത് ചെയ്യും? അതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ടൈം തെറ്റിയതൊന്നുമില്ല അല്ലേ? വിചാരിച്ച അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതെന്താ ഈ കയറാൻ? ഇവിടേക്കും ഡോറാണ്. ശരി, വഴിയുണ്ട് കേട്ടോ. ഇപ്പം ശരിയാക്കി തരാം. വരാവേ, അങ്ങോട്ട് ബ്ലോക്ക് ആക്കി. ഇത് കവറായ പിന്നെ അവിടെ അണ്ടർഗ്രൗണ്ടുള്ള കാര്യമൊന്നും അറിയില്ല ആരും.
ഇനി നമുക്ക് പോയി ക്രാഫ്റ്റ് ചെയ്യാം കുറച്ച്. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണ്ടേ? 6 കിട്ടി, ധാരാളം. നമ്മുടെ പിക്കാക്സിൻ്റെ ആവശ്യം തീർന്നു, ലൈഫും തീർന്നു. ബാക്കിയുള്ള ലൈഫ് നമുക്ക് ഇപ്പം ശരിയാക്കി കൊടുക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കാം. അടിയൊന്ന് കവറപ്പായി വരണോ? ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ഇത്തിരി ക്രിയേറ്റീവായി ചെയ്യണം. പിന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയില്ല, പോട്ടെ, ശരിയില്ല, നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആക്കാം. ഇത് കുറേയൊക്കെ നെതർ ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയത്. നെതർ പോയ വെറുതെ കട്ട കിട്ടില്ല, ഗാസ്റ്റ് പൊട്ടിക്കുക, ഞാൻ അടുക്കുക, ഗാസ്റ്റ് നിറയെ പൊട്ടിച്ചിടും. എൻ്റെ പൊന്നു, ഇവിടെയൊക്കെ പുല്ല് പടർന്ന് വരട്ടെ. അപ്പം നമുക്ക് നേരെ മേലേക്ക്. ഇവിടെ ഇത് അറിയൊന്നുമില്ല, കുഴിവരി ഉണ്ടാവും, ഒറ്റ വീഴ്ച. സോംബിക്കൊന്നും കോണിയേറെ അറിയില്ലല്ലോ. ഇനി അവിടുത്തെ മഷ്റൂമിലാണ് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യേണ്ടത്. അവിടെ പോയി ഒരു ബേസ് അങ്ങോട്ട് ഉണ്ടാക്കിയല്ലോ. എനിക്കിപ്പോൾ എന്തായാലും ബേസ് നേരെ ബേസ് ഉണ്ടാക്കുക. ഫോണിൽ നിന്ന് എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരാണ്. എൻ്റെ പേര് റോക്കി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തന്നിരിക്കുകയാണ്. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുവരെ ഇരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ. ശരി, ഞാൻ പോട്ടെ.